വെൽക്കം ടു മൈ ചാനൽ മോംസ് ടു മാം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോണത് ക്ലാസ് 2-ലെ ഏതാണ് EVS ആണ്, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോക്കിക്കോ. ചാപ്റ്റർ 2 മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Communication is the process of exchanging ideas and thoughts with others. Personal communication. When we want to express our ideas to people whom we know, like family members, friends or relatives, etc., we use the following means. Verbal. We use words to communicate our ideas and feelings. Letters. Letters are the most common means of communication. They sent by post. Email. It has become very popular nowadays. It is the fastest means of exchanging ideas. We use internet to send emails. We can even send photographs, etc. through mails. Telephone. Telephone is the fastest means of communication. We can talk with the other persons at a great distance with the help of telephone. Fax. We can send written or printed matter through fax. Mass communication. When we want to express our ideas to a large number of people at the same time, we use the following means. Newspaper, radio, television, internet, magazines, etc. are some of the means of mass communication. Newspaper. It gives detailed news of events happening around the world. Radio. We listen to information and music through radio. അപ്പോൾ നോക്കിക്കോ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം, അതായത് നിങ്ങൾ പറയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതെന്താണ്? കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ പറയുന്ന ആശയം മറ്റൊരാൾക്ക് നിങ്ങൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഒരു ആംഗ്യം കാണിച്ചാൽ അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. നോക്കിയോ, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ആൻഡ് തോട്ട് വിത്ത് അതേഴ്സ്. അത് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം നിങ്ങൾ തന്നെ എന്താണ് അടുത്തിരിക്കുന്ന ഒരാളെ നിന്ന് പെൻസിൽ വാങ്ങണം, ചോദിക്കൂലേ എനിക്ക് പെൻസിൽ തരുമോ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ പെൻസിലുണ്ടോ എന്ന് തരുമോ? അതായത് നമ്മൾ ഈ സംസാരിക്കുന്നില്ലേ, നമ്മുടെ ഫീലിങ്സ് ആയാലും നമ്മൾ ഐഡിയാസ്, അതായത് നമ്മൾ ഇത് മറ്റുള്ളവരടുത്ത് ഈ സംസാരിക്കുന്നതിനാണ് എന്താണെന്ന് പറയുന്നത് ആശയവിനിമയം നടത്തുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Personal communication. When we want to express our ideas to people whom we know, like family members, friends or relatives, etc., we use the following means. അതായത് നമ്മുടെ ഫാമിലി, അതായത് വീട്ടുകാരുടെ അടുത്തായാലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്തായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ബന്ധുക്കളുടെ അടുത്തായാലും സ്കൂളിലായാലും നിങ്ങൾ മറ്റുള്ളവരടുത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്, വീട്ടിൽ നടക്കുന്ന കാര്യം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാറില്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ സിനിമ കണ്ടതോ, അതല്ലെങ്കിൽ സ്കൂളിലുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ആ വെർബൽ, അതായത് ആ പറയുന്ന ഇതിനെയാണ് എന്തോന്ന് പറയണത്, ആശയവിനിമയം നടത്തുക എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ പല ഉപായങ്ങളുണ്ട് ആശയവിനിമയം നടത്താൻ. നോക്കിയോ, ഫസ്റ്റ് വൺ, വെർബൽ. We use words to communicate our ideas and feelings. ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിരുന്നു കൊണ്ട് ഈ സൗണ്ടിലൂടെ ആശയവിനിമയം നടത്തുന്നതിനാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത് ലെറ്റേഴ്സ്. ലെറ്റർ ആർ ദ മോസ്റ്റ് കോമൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദേ ആർ സെൻഡ് ബൈ പോസ്റ്റ്. ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ലെറ്റേഴ്സ് അധികം ആരും യൂസ് ചെയ്യാറില്ല. എന്താണ്, പണ്ടൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തുള്ള ആളുകളെ നമ്മളിപ്പം എന്താണ് ദൂരെയൊക്കെ ഇരിക്കുന്നവരെ, ബന്ധുക്കളൊക്കെ ദൂരെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിശേഷം അവരെ എന്ത് ചെയ്യും, നമ്മളെ എഴുതി അറിയിക്കും.
എങ്ങനെയാണ്? പോസ്റ്റ് വഴി. നമ്മൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിനെ കുറിച്ച്. അപ്പോഴും നമ്മൾ പഠിച്ചതാണ്. അപ്പം എന്താണ്? അപ്പം ലെറ്റേഴ്സിലൂടെ നമ്മൾ എഴുതി അറിയിക്കുന്നതിനെയാണ് എന്താ, അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വേറെ സ്ഥലത്ത് നിൽക്കുന്ന ആളിന്, അല്ലെങ്കിൽ ദൂരെ നിൽക്കുന്ന, ഇപ്പം എന്താണ്, അച്ഛൻ ദൂര സ്ഥലത്താണ്, ഇപ്പോഴത്തെ ഇതല്ല, അതായത് എൻ്റെയൊക്കെ കുഞ്ഞിലേക്ക് ഇപ്പം ഗൾഫിലോ അല്ലെങ്കിൽ ആർമിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് വേറെ സ്ഥലത്ത് മാറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെറ്ററിൽ വഴി നമ്മൾ ഈ വീട്ടിലെ വിശേഷം എഴുതി അറിയിക്കും അല്ലേ? സെൻഡ് ബൈ പോസ്റ്റ്. അടുത്ത് നോക്കിയോ, ഇമെയിൽസ്. അടുത്ത് കുറച്ചുകൂടെ പുരോഗമിച്ച് ഇമെയിലായി. ഇറ്റ് ഹാസ് ബിക്കം വെരി പോപ്പുലർ നൗ എ ഡേയ്സ്. ഇമെയിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഫോർ എക്സ്ചേഞ്ചിങ് ഐഡിയാസ്. വി യൂസ് ഇൻ്റർനെറ്റ് ടു സെൻഡ് ഇമെയിൽ. വി ക്യാൻ ഈവൻ സെൻഡ് ഫോട്ടോഗ്രാഫ്സ് എക്സെട്ര ത്രൂ മെയിൽസ്. എന്താണ് ഇമെയിൽ? ഈ ലെറ്റർ ആകുമ്പം എന്ത് വന്നാലും കുറഞ്ഞത് ഒരു 5 ദിവസമെങ്കിലും എടുക്കും. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് 5 അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും എടുക്കും. പക്ഷേ ഇമെയിൽ ആകുമ്പോൾ അങ്ങനെയല്ല. എന്താണ്, പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ അയച്ച ഉടനെ തന്നെ അടുത്ത ആൾക്ക് ആ മെയിൽ കിട്ടും. ഇപ്പം അത് ഇമെയിലെന്ന് അത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. ഇമെയിലിനെ കാട്ടി ഇപ്പം നമ്മൾ കുറച്ചുകൂടെ പുരോഗമിച്ചല്ലേ. ഫോണിൽ വാട്സപ്പ് ഉണ്ട്, പിന്നെ ഫോൺ വഴി അല്ലാതെ സംസാരിക്കാം, വീഡിയോ കോൾ ചെയ്യാം. ഇപ്പോൾ പല രീതിയിലും നമുക്ക് നമ്മുടെ ആശയവിനിമയങ്ങൾ നടത്താം. ഇപ്പോൾ ഇമെയിൽ നോക്കിക്കോ. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻ ഫോർ എക്സ്ചേഞ്ച് ഐഡിയാസ്. കുറച്ചുകൂടെ, അതായത് ലെറ്ററിനെ കാട്ടിയും കുറച്ചുകൂടെ ഫാസ്റ്റാണ് ഇമെയിൽ. അതിനെന്ത് വേണം? ഇൻ്റർനെറ്റ് അല്ലേ? ഇൻ്റർനെറ്റ് വേണം. നമുക്ക് അതിൽ കൂടെ ഫോട്ടോഗ്രാഫ്സൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത ടെലിഫോൺ ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വി ക്യാൻ ടോക്ക് വിത്ത് അതർ പേഴ്സൺ അറ്റ് എ ഗ്രേറ്റ് ഡിസ്റ്റൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെലിഫോൺസ്. അതായത് ഈ ലെറ്റർ ആയാലും ഇമെയിലൊക്കെ ആയാലും നമ്മുടെ സൗണ്ട് പോവില്ല അല്ലേ? നമുക്ക് ഒരാളുടെ നേരിട്ടുള്ള ഫീലിങ്സ് അറിയാൻ പറ്റും. ലെറ്ററിൽ കൂടെ എഴുതി തരുമ്പോൾ ആ വായിച്ചിട്ടുള്ള ഫീലിങ്സ് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇമെയിൽ ആയാലും അങ്ങനെ കിട്ടുള്ളൂ. പക്ഷെ ടെലിഫോൺ ആകുമ്പോൾ നമുക്ക് നേരിട്ട് സൗണ്ട് കിട്ടും അല്ലേ? അപ്പം ടെലിഫോൺ എന്താണ്? ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ദൂരെ ഇരിക്കുന്ന ഒരാളെ സംസാരിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാൻ സാധിക്കും. അടുത്ത് ഫാക്സ്. വി ക്യാൻ സെൻഡ് റിട്ടൺ ഓർ പ്രിൻറ്റഡ് മാറ്റർ ത്രൂ ഫാക്സ്. അതായത് ഈ മെയിൽ പോലെ തന്നെയാണ് ഫാക്സിലൂടെ നമുക്ക് കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്തോ എഴുതിയോ നമുക്ക് അയക്കാം. ഇനി മാസ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഈ മാസ് കമ്മ്യൂണിക്കേഷൻ? വെൻ വി വാണ്ട് ടു എക്സ്പ്രസ് അവർ ഐഡിയാസ് ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് ദ സെയിം ടൈം വി യൂസ് ദ ഫോളോയിങ് മീൻസ്. അതായത് എന്താണ്, ഇപ്പോൾ ഒരു വാർത്ത കിട്ടി, നമുക്ക് എല്ലാവരെയും അറിയിക്കണം. അതിന് യൂസ് ചെയ്യണതാണ് എന്താണ്? മാസ് കമ്മ്യൂണിക്കേഷൻ. അതായത് എക്സാമ്പിൾ എന്താ? ന്യൂസ് പേപ്പർ, പത്രത്തിൽ കൂടെ. അതായത് നമുക്ക് ഒരാളെ അല്ല, ഇപ്പം നമ്മളെ ഫാമിലിയല്ല അറിയിക്കേണ്ടത്, പുറത്ത് അതായത് ഫുൾ ഇപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ നമുക്കിത് ചെയ്യണില്ലേ? അതൊരു മാസ് കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും, അതായത് വാർത്തയോ കുറച്ചധികം ആൾക്കാരെ നമുക്ക് എന്തെങ്കിലും കാര്യം അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതിന് എക്സാമ്പിളാണ് ഏതൊക്കെ? ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, മാഗസീൻസ് എക്സെട്ര ആർ സം ഓഫ് ദ മീൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇനി ന്യൂസ് പേപ്പർ. എന്താണ് ന്യൂസ് പേപ്പർ? ഇറ്റ് ഗീവ്സ് ഡീറ്റെയിൽഡ് ന്യൂസ് ഓഫ് ഇവൻറ്റ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്. നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ഏത് ആയിരുന്നു? ന്യൂസ് പേപ്പർ വഴിക്ക് അല്ലേ? ഇപ്പം അതൊക്കെ മാറി നമുക്ക് ഫോൺ വഴി തന്നെ അറിയാൻ പറ്റും. ഫോണിലൂടെ ന്യൂസ് കാണാം, യൂട്യൂബ് വഴിയൊക്കെ നമുക്ക് ന്യൂസൊക്കെ അറിയാൻ പറ്റും. അടുത്ത റേഡിയോ എന്താണ്? വി ലിസൺ ടു ഇൻഫർമേഷൻ ആൻഡ് മ്യൂസിക് ത്രൂ റേഡിയോ. പണ്ടൊക്കെയാണ് ഈ റേഡിയോയും ഒക്കെ ഉള്ളത്. റേഡിയോ എന്താണ്? നമുക്ക് റേഡിയോയിൽ കൂടെ ഇതേപോലെ വാർത്ത അറിയാൻ സാധിക്കും, പാട്ടുകൾ കേൾക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് റേഡിയോ അതൊരു മാധ്യമമാണ്. അടുത്ത നെക്സ്റ്റ് പേജ് നോക്കിക്കോ എല്ലാവരും.
എടുത്താ നെക്സ്റ്റ് പേജ്. ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്, പെട്ടെന്ന് തീരും. നോക്കിക്കോ. അടുത്ത് അതായത് നമ്മൾ ന്യൂസ് പേപ്പർ കണ്ടു, റേഡിയോ. അടുത്ത് കഴിഞ്ഞ് എന്താണ്? ഇൻ്റർനെറ്റ്. ഇറ്റ് ഹെൽപ്പ് അസ് ടു നോ ദ ലേറ്റസ്റ്റ് ഹാപ്പനിങ്സ് ആൻഡ് ഇൻഫർമേഷൻ ത്രൂ ദ കമ്പ്യൂട്ടർ. അതായത് ന്യൂസ് പേപ്പറൊക്കെ എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ കാര്യമാണ് നമ്മൾ പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിൽ കൂടെ അറിയുന്നത്. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഓൺ ദ സ്പോട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും അല്ലേ? പെട്ടെന്ന് നമുക്ക് ഒരു വേറെ സ്ഥലത്ത് നടക്കുന്ന കാര്യം നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിലോ ലാപ്പിലോ കമ്പ്യൂട്ടറിലൂടെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. Television. It is a common and popular means of communication. We watch news, movies, serials and sport programs on it. എന്താണ് ടെലിവിഷൻ? ടെലിവിഷൻ അറിയാലോ, ടി വി ആണ് ഇന്ന് പൊതുവിൽ എല്ലാവരും, അതായത് അമ്മയും എല്ലാവരും കൂടുതലും ചൂസ് ചെയ്യുന്ന കാര്യമാണ് എന്താണ്? ടി വി. അതായത് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ സാധിക്കും അല്ലേ? ഫോണൊക്കെ ആകുമ്പോൾ ഒരാൾ തന്നെയല്ലേ യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ 2 പേര്. മറ്റേ ടെലിവിഷൻ ആകുമ്പോൾ എല്ലാവർക്കും കൂടെ പൊതുവിലിരുന്ന് കാണാൻ സാധിക്കും. അതുവഴിക്ക് നമുക്ക് ന്യൂസ് കാണാം, പിന്നെ മൂവീസ്, സിനിമകൾ കാണാം, സീരിയൽസ് അല്ലേ? അമ്മൂമ്മേരെയൊക്കെ സീരിയൽസ് കാണാം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് കാണാം. അപ്പോൾ ഇതൊക്കെ ഈ ടെലിവിഷൻ വഴിയാണ്. ടെലിവിഷനും അതൊരു മാധ്യമമാണ്. റേഡിയോ ആണെങ്കിൽ കാണാൻ സാധിക്കില്ല, കേൾക്കാൻ സാധിക്കും. ടി വി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കാണുകയും കൂടെ സാധിക്കും. All these means of communication have brought the world closer. അങ്ങനെ നമുക്ക് ഈ ലോകം തന്നെ നമ്മുടെ അടുത്തായിട്ട് നമുക്കെല്ലാം കാണാം. അപ്പം ശരി, ഒന്നുകൂടെ വായിക്കണോ? നോക്കട്ടെ, ടൈം നോക്കട്ടെ. അയ്യോ ഇല്ല, വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ലോങ് ആയിപ്പോവും, പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരി, എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്താണ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇത് നോക്കി പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ എക്സസൈസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.